ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നെടുങ്കയം റെയിൻ ഫോറസ്റ്റിലേക്കാണ് നമ്മുടെ യാത്ര. നിലമ്പൂരിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമാണ് നെടുങ്കയം. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഒരു ദിവസം പ്രകൃതിയോടൊത്ത് ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കേന്ദ്രമാണ് നിലമ്പൂരിലെ നെടുങ്കയം റെയിൻ ഫോറസ്റ്റ്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് വനഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പഴയകാല ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന കുറച്ച് സ്മാരകങ്ങളും അതുപോലെ പ്രകൃതിയിൽ സൗന്ദര്യം അതുപോലെ കാടിൻ്റെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ ഒരു കേന്ദ്രമാണ് നെടുങ്കയം. നിലമ്പൂരിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ റോഡ് മാർഗ്ഗം യാത്ര ചെയ്താൽ നമുക്ക് നെടുങ്കയം ഇക്കോ ടൂറിസം പോയിന്റിൽ എത്തിച്ചേരാം. നിലമ്പൂർ, കരുളായി, വാരിക്കൽ അങ്ങനെയാണ് നിലമ്പൂരിൽ നിന്ന് നെടുങ്കയത്തിലേക്ക് എത്താനുള്ള റൂട്ട്. ഈ കാണുന്ന ചെറുപുഴ പാലം കടന്നു കഴിഞ്ഞാൽ നമുക്ക് നെടുങ്കയം ഇക്കോ ടൂറിസം പോയിന്റിലേക്കുള്ള പ്രവേശന കവാടം അവിടെ എത്തിച്ചേരാം. നമ്മുടെ ഈ മുന്നിൽ കാണുന്നതാണ് നെടുങ്കയം വനത്തിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററും അതുപോലെ ടിക്കറ്റ് കൗണ്ടറും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് മുന്നോട്ടുള്ള യാത്ര. ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം കാടിന് നടുവിലുള്ള ഈ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. നെടുങ്കയം സെൻട്രൽ ഫോറസ്റ്റ് ഡിപ്പോ സ്ഥിതി ചെയ്യുന്നതും ഈ മേഖലയിലാണ്. കാലാകാലങ്ങളിൽ വനങ്ങളിൽ നിന്ന് മുറിച്ചു മാറ്റുന്ന തടികൾ ഇവിടെ ശേഖരിച്ചു വെക്കുകയും പിന്നീട് ലേലം നടത്തി പൊതു ആവശ്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് വിൽക്കുകയാണ് പതിവ്. നമ്മുടെ യാത്രയിൽ നമുക്ക് ഈ റോഡിന് 2 വശങ്ങളിലായിട്ട് ഇത്തരത്തിൽ മുറിച്ച് അട്ടി വെച്ചിട്ടുള്ള മരത്തടികൾ കാണാൻ പറ്റും. ഇതിനോട് ചേർന്ന് തന്നെ പ്രകൃതി പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ളൊരു സൗകര്യം ഒരുക്കിക്കൊണ്ടൊരു പ്രകൃതി പഠന കേന്ദ്രവും നെടുങ്കയം ഇക്കോ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിനി ഇവിടെ
നമ്മുടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളിലൊക്കെ കാൽനടയായിട്ട് പോയിട്ട് വേണം യാത്ര ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രകൃതി പഠന കേന്ദ്രമാണ് ഈ കാണുന്നത്. ഇവിടെ ഇതിൻ്റെ ക്ലാസ്സുകളും മറ്റും ചില പ്രത്യേക ദിവസങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകും. നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇരുമ്പ് പാലമുണ്ട്. ഈ ഇരുമ്പ് പാലം കടന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത കാഴ്ചകളിലേക്ക് പോകാൻ. ഈ പാലത്തിൻ്റെ അക്കരെയാണ് ഇവിടെയുള്ള ബ്രിട്ടീഷുകാരുടെ സ്മാരകങ്ങൾ, അതുപോലെ ആനപ്പന്തി. ഇത് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ മൗനാനുവാദത്തോടു കൂടി അവരുടെ പെർമിഷൻ ഇല്ല പുഴയിലിറങ്ങാൻ. ഇതാണ് പുഴയിലിറങ്ങാനുള്ള അനുവാദം ഇല്ല എന്നുള്ളൊരു ബോർഡാണ് ഈ കാണുന്നത്. പക്ഷേ പലരും പുഴയും വെള്ളമൊക്കെ കാണുമ്പോൾ അതിൻ്റെ നിബന്ധനകളും നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പുഴയിലിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുക. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു കാലാവസ്ഥയും അന്തരീക്ഷവുമാണ് ഇവിടെ. 1930കളിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ഇരുമ്പ് പാലമാണ്. ഇതിന് വേണ്ട മെറ്റീരിയൽസൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതിന് ശേഷമാണ് ഈ ബ്രിട്ടീഷുകാർ ഈ പാലം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിന് വന്നിട്ടുള്ള ഡേവ്സൺ എന്ന പേരുള്ളൊരു ബ്രിട്ടീഷ് എഞ്ചിനീയർ ഇതിന് ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ തങ്ങുകയും അതിൻ്റെ അപകടത്തിൽ, അതായത് നെടുങ്കയം ഈ താഴെ കാണുന്ന പുഴയിൽ കുളിക്കാനിറങ്ങിയ അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ തന്നെയാണ് അടക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്മാരകം നമുക്ക് ഈ പാലത്തിൻ്റെ അക്കരയായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് അക്കാലം മുതൽ ഇപ്പോൾ ഇതുവരെ ഈ പുഴയിൽ ഇറങ്ങുമ്പോൾ ആളുകളെ പുഴയിൽ ഇറങ്ങുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ പുഴയിൽ ഇറങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കണം. കാരണം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്, തെളിഞ്ഞ വെള്ളമാണ്. കയത്തിൻ്റെ ആഴമൊന്നും മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ആഴമുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. അപകടം ഒരുപാട് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്, മരണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. ഈ പാലത്തിൻ്റെ അക്കരെയുള്ള ഒരു വഴിയിലൂടെ നമുക്ക്, ഫോറസ്റ്റിലൂടെ നമുക്ക് താഴേക്ക് പുഴയിലേക്ക് ഇറങ്ങാം. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് എത്താം. പക്ഷേ ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഉല്ലസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷേ അപകടം പതിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങുന്നവർ. പക്ഷേ ഇവിടെ വെള്ളത്തിലിറങ്ങാൻ പെർമിഷൻ ഇല്ലെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണം.
പഴയ കാലത്തെ ആനപ്പന്തി ആനക്കൊട്ടിലും ആനകളെ പരിശീലിപ്പിക്കാനും താമസിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നൊരു സംവിധാനം ഇപ്പോഴും അവിടെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ഈ വനമേഖലയിൽ താമസിക്കുന്ന ആളുകളൊരു സെറ്റിൽമെൻറ്റ് കോളനി ഉള്ളത് കൊണ്ടും പ്രത്യേക സാഹചര്യം കൊണ്ടും ഇപ്പോൾ അങ്ങോട്ടുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾക്കിവിടെ കാണാനുള്ളത് 1938 ഇവിടേക്ക് ജോലിക്ക് വരികയും ഇവിടെ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തിട്ടുള്ള ഡോഡ്സൻ്റെ ബ്രിട്ടീഷ് എഞ്ചിനീയർ ഡോഡ്സൻ്റെ ശവകുടീരത്തിലേക്കുള്ള പ്രവേശന കവാടമാണത്. അത് ഈ ശവകുടീരം കൂടിയാണ് നമുക്കിനി കാണാനുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തെ ഇവിടെ അടക്കം ചെയ്യാനുണ്ടായിട്ടുള്ളത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു സ്മാരകം സംരക്ഷിച്ചുകൊണ്ട് പോരുകയാണ്, ചരിത്ര സ്മാരകമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് പോരുകയാണ്. നെടുങ്കയം ഇക്കോ ടൂറിസ്റ്റ് സെൻറ്ററിൻ്റെ കാഴ്ചകളിലെ അവസാനത്തെ കാഴ്ചയായിട്ടുള്ള ബ്രിട്ടീഷ് എഞ്ചിനീയർ ഡോഡ്സൻ്റെ ശവകുടീരത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി മഞ്ചേരി വനത്തിലേക്കുള്ള പാതയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് അനുവാദമില്ല, പ്രവേശിക്കാൻ അനുവാദമില്ല. ഇവിടത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും